ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. വയനാട് തുരങ്കപാതയുടെ ആ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് ഉണ്ണീഷേട്ടൻ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി വയനാട്ടിലെ ആ വലിയൊരു ചിരകാല അഭിലാഷം വയനാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ പരിപാടിയുടെ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലെന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ആ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ചെന്ന് തറച്ചത് ആ തുരങ്കപാതയിലല്ല, UDFിൻ്റെ നേതാക്കളുടെ ഇടനെഞ്ചിലാണ് ആ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ്. പിണറായി വിജയൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ഈ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അത് കൊണ്ടിട്ടുള്ളത് എന്നാണ് സഖാവ് ഉണ്ണീഷേട്ടൻ പറയണത്. അത് ശരിയാണോ എന്ന് എനിക്കും അത് കേട്ടപ്പോൾ തോന്നി. കാരണം അതിൻ്റെ ആ സൈറണും അതിൻ്റെ ആ ഒച്ചയും വിളിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, കാരണം ഈ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ രണ്ട് മുന്നണികളുടെയും രണ്ട് വ്യത്യസ്തമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തുക എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ എന്നാണ് എന്നോട് സഖാവ് ചോദിച്ചത്. എനിക്ക് മറുപടി പറയാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഒരുപാട് പദ്ധതികൾ UDFിൻ്റെ കാലത്ത് നിലച്ചു പോയത്, അതിപ്പോൾ നമുക്ക് ഒരുപാടെണ്ണം പറയാണ്ട്. നാഷണൽ ഹൈവേയുടെ കാര്യം പറയാം, അവർ ഉപേക്ഷിച്ച് പോയതാണ്. ഇതിവിടെ നടക്കില്ല, 30 മീറ്റർ ഇവിടെ സ്ഥലം കിട്ടുള്ളൂ എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീർത്തു പറഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഉപേക്ഷിച്ച് അവർ സ്ഥലം വിട്ടു, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പിണറായി 2000 വന്നപ്പോഴാണ് വിളിച്ചുകൊണ്ട് വന്ന് 45 മീറ്റർ വീതിയിൽ ഈ ഇപ്പോൾ കാസർഗോഡ് തൊട്ടിട്ട് നമുക്ക് അങ്ങേയറ്റം വരെ തിരുവനന്തപുരത്തും കടന്നിട്ട് പോകുന്ന ആ നാഷണൽ ഹൈവേയുടെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി ഒന്ന് സഞ്ചരിച്ചവർക്ക് വീണ്ടും ഈ ഭരണ തുടർച്ച ഉണ്ടാകണം എന്നുള്ളൊരു തോന്നൽ തനിയെ ഉണ്ടാകും. അതുമാത്രമാണോ? തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഈ എടമൺ കൊച്ചി പവർ ഒരു ഗ്രിഡുണ്ട്, അതുവഴിയാണ് നമുക്ക് ഈ കേരളത്തിന് ആവശ്യമായ എല്ലാ വൈദ്യുതിയും ഇവിടേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ആ പരിപാടി ഇല്ലാത്തൊരു കാലത്ത് ഇവിടെ പവർ കട്ടായിരുന്നു രാത്രി മുഴുവൻ. അത് അവർ ഉപേക്ഷിച്ചതാണ് UDF സർക്കാർ. ഇത് നടക്കില്ല, കാരണം അതിൻ്റെ താഴെ കൂടെ വരുന്ന കർഷകരൊക്കെ സമരം ചെയ്ത് ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി അത് ഉപേക്ഷിച്ച് പോയപ്പോൾ അവിടെയും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഒരു ദൃഢനിശ്ചയത ഇല്ലേ എന്നാണ് സഖാവ് വീണ്ടും ചോദിച്ചത്. ശരിയാണ്, അതും നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് 2016 ശേഷം എവിടെയൊക്കെ എന്തൊക്കെ ഉൽപ്പാദനം ഉണ്ടെങ്കിലും ഇതെന്നൊക്കെ കറണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതിങ്ങോട്ട് കേരളത്തിലേക്ക് എത്താനുള്ളൊരു സംവിധാനം വേണ്ടേ, അതിനുള്ള ലൈൻ വലിച്ചത്, അത് എടമൺ ഹൈ പവർ ആ ലൈൻ വലിച്ചു കൊടുത്തത് പിണറായി സർക്കാരാണ്. അതുകൊണ്ട് ഇന്നൊരു വീട്ടിലും അതിനുശേഷം ജനിച്ച കുട്ടികൾക്ക് എന്താണ് ഈ പവർ കട്ടെന്ന് പോലും അറിയില്ല. അവിടെ നിശ്ചയദാർഢ്യം വളരെ കൃത്യമായി കണ്ടു. പിന്നെ അതുമാത്രമല്ല, ഈ കിഫ്ബി എന്നൊരു സങ്കല്പം അതുവരെ കിഫ്ബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെപ്പറ്റി ഒന്നും പഠിക്കാനോ അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താനോ എന്താണ് അതിൻ്റെ സാധ്യത എന്ന് പഠിക്കാനൊന്നും അതിനു മുമ്പുള്ള ഈ സർക്കാരൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ പിണറായി സർക്കാർ വന്നപ്പോൾ ഡോക്ടർ ഐസക് തോമസിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബിയെ അങ്ങ് പുനരുജ്ജീവിപ്പിച്ച് അതിലൊരു വലിയ വികസന സാധ്യതകളൊക്കെ കണ്ടെടുത്തു. അതിനെ തുരങ്കം വയ്ക്കാൻ ഇന്നും കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കടമൊക്കെ പൊതുകടമായി പ്രഖ്യാപിച്ചു. എടുക്കാവുന്ന കടപരിധിയൊക്കെ കുറച്ച് എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിപ്പിക്കാവോ അതുപോലെയൊക്കെ നോക്കി. ഇപ്പം ഇന്ന് പോലും പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ജനതയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. 1.5 കിലോമീറ്ററോളം ദൂരത്ത് നീങ്ങുന്ന ഒരു ഐലൻഡ്, ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് ഒരു കരപ്രദേശമായിട്ട് ഒരു എൻട്രി കിട്ടുകയാണ്. പാലത്തു കൂടെ യാത്ര ചെയ്യുന്നൊരു സന്തോഷം ഉണ്ടാവും മനുഷ്യരുടെ. ആ സന്തോഷമാണ് ഈ കിഫ്ബി എന്ന പ്രസ്ഥാനം വഴി ഇടതുമുന്നണി സാധിച്ചു കൊടുത്തതെന്നാണ് ഈ സഖാവ് ഉണ്ണീഷേട്ടൻ പറയണത്. അതിനും എനിക്ക് ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. നിശ്ചയദാർഢ്യത്തോടു കൂടെ വികസന സങ്കല്പത്തോടുകൂടെ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളം എങ്ങനെയാണോ അത് ഇന്ന് തന്നെ സ്വായത്തമാക്കുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഈ പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതെ തരമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു 5 വർഷം അങ്ങനെ ഒരു ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുണ്ടായാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു 2031 ആകുമ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണേട്ടൻ പറയുന്നത് ഇവിടെ ഭരണ തുടർച്ച വേണമെന്നുള്ളത്. എന്തുകൊണ്ട് അതുണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറയാൻ ഈ പത്രമാധ്യമങ്ങളിൽ 2 ഭരണത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു അഡ്വർടൈസ്മെൻ്റൊക്കെ വന്നതിനെ UDF നേതാക്കളെ വിമർശിച്ചിരുന്നെങ്കിൽ അതൊന്നും അല്ലാണ്ട് യഥാർത്ഥത്തിൽ അക്കാലത്ത് പുറത്തുവിട്ട കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ പുള്ളി എനിക്ക് അയച്ചു തന്നു. അത് വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ
ജനത്തിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഈ സർക്കാർ ഇവിടെ വീണ്ടും തുടരണമോ, വികസനമാണോ മുഖ്യം, അതോ ഈ പറയുന്ന ഈ പരസ്പരം പോര് വിളിക്കുന്ന, തമ്മിൽ തല്ലുന്ന, പരസ്പരം പാരവയ്ക്കുന്ന ഒരു നേതൃത്വമുള്ള മറ്റൊരു സർക്കാരാണോ വേണ്ടത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ആ വീഡിയോ ക്ലിപ്പും കൂടെ കാണാൻ മറക്കരുത് കേട്ടോ. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മൾ ലാഭത്തിലാക്കി. വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. തീരുമാനം മന്ത്രിസഭായോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നും കെഎസ്ഇബിക്ക് പ്രതിമാസം 75 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു യൂണിറ്റ് 22 പൈസ കുറച്ചു കൊടുത്തു. കുത്തനെ കൂട്ടിയ വൈദ്യുതി നിരക്ക് ഇന്നു മുതൽ സംസ്ഥാനത്ത് നിലവിൽ വന്നു. 10 കൊല്ലം കൊണ്ട് കെഎസ്ഇബിയുടെ കടം എത്രയാണെന്നറിയാമോ? 6 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ആക്കിയാൽ നഷ്ടം കുറക്കാൻ സാധിക്കും. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. ഇവര് തന്നെ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോ ഒരു മാസം 75 കോടി നഷ്ടത്തിലാണ്, ക്യാഷ് ലോസിലാണ് ബോർഡ് നീങ്ങണത്. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയം വരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് നമ്മുടെ മുന്നിൽ തൊട്ട് മുന്നിൽ കാണുന്ന സ്കൂള്, ഇതെല്ലാം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വികസനം തന്നെയാണ്. അതുപോലെ തന്നെ റോഡുകള്, നിലവിലുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങള്, അതിലെല്ലാം ഇന്ന് ഏറെ സന്തോഷം പകരുന്ന ഒരു ദിവസം. ഞാൻ മന്ത്രി പറഞ്ഞപ്പോഴും ഇത് നടക്കുന്ന കരുതിയതല്ല. കാരണം ഈ കാണപണിയ, ഇത് പൊക്കുക, അതിന്റെ താഴെ കൂടി വെള്ളം പോവുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മന്ത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ചിലപ്പോ ഉദ്യോഗസ്ഥരായിട്ട് വളരെ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയും. ചില മന്ത്രിമാരോടും ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ല, മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ബ്ലാസ്റ്റിനെ കുറിച്ച് നേരത്തെ മാധു പറഞ്ഞല്ലോ. കക്കാടംപൊയിലെ തുരങ്കപാത, വയനാടൻ തുരങ്കപാത വന്നാൽ എന്താ ലാഭം? 1.5 മണിക്കൂർ ലാഭം. എത്ര ദൂരമാ കുറയുന്നത്? 35 കിലോമീറ്റർ. ആരുടെ ലൈഫ് ലൈനാ അവിടെ തെളിയാൻ പോകുന്നത്? വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യര് ബാംഗ്ലൂരുമായിട്ടുള്ള കണക്ടിവിറ്റി പോകാൻ പറ്റും. അവിടുത്തെ കർഷകരുടെ വലിയ പ്രതിസന്ധി പരിഹാരമാണ്. നോക്കൂ, ഈ തുരങ്കപാത ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ ആൾ, നേതാവിന്റെ പേരെന്താ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ആരോഗ്യ മേഖലയിലെ വികസനം നഗരവും കടന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള സർക്കാർ ആശുപത്രികൾ എല്ലായിടത്തും തുടങ്ങുക എന്നതാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. അങ്ങനെ പാലക്കാട് ചിറ്റൂരുകാർക്കും നല്ല ഒരു ആശുപത്രി കിട്ടി. ആ ആശുപത്രിയുടെ ഒരു ചെറു മാതൃകയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആ ആശുപത്രി. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സൗകര്യക്കുറവ് ധാരാളമായിരുന്നു. അസുഖമൊന്ന് കൂടിയാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ചിറ്റൂരുകാർക്ക്. ഇന്ന് അതെല്ലാം മാറിയെന്നല്ല, മാറ്റിയെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1.5 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ആ പഴയ ആശുപത്രി ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ മാതൃകയുടെ രീതിയിൽ 6 നിലകളുടെ തലപ്പൊക്കത്തിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുകയാണ്. കിഫ്ബി വഴി 70 കോടി 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രി നവീകരിച്ചത്. 16 ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെ ചിറ്റൂരുകാർക്കായി ഒരു പുതിയ ആശുപത്രി ഈ തലപ്പൊക്കത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്കതൊന്ന് അടുത്തുപോയി കണ്ടിട്ട് വരാം. പോകാം ചിറ്റൂരിലേക്ക്.